ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ മന്ത്രിമാർ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നെങ്കിലും പങ്കെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി മുൻകൂട്ടി അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ക്ഷണിച്ച ക്രിസ്മസ് വിരുന്നിൽ ഗവർണറും പങ്കെടുത്തിരുന്നില്ല. സിബി ജോസഫ് ചേർന്നുള്ള വിശദാംശങ്ങൾ നൽകാനായി. സിബി, മന്ത്രിമാർ പങ്കെടുക്കാത്തതിലെ വിശദീകരണം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നല്ലോ. ജീന, മന്ത്രിമാർ പങ്കെടുക്കാത്തതിന്റെ വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് ലോക്ഭവനിൽ നടന്നിരുന്നു. ഈ ക്രിസ്മസ് വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ചെന്നൈയിലാണ്. അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ മറ്റുള്ള മന്ത്രിമാർ ആരും തന്നെയും ഈ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മന്ത്രിമാർ ഈ പരിപാടിക്ക് എത്തിയില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ക്ഷണിച്ച ക്രിസ്മസ് വിരുന്നിൽ ഗവർണർ ആർലേക്കറും പങ്കെടുത്തിരുന്നില്ല. അന്ന് അദ്ദേഹം ഗോവയിലായിരുന്നു. അദ്ദേഹത്തിനും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2024 കഴിഞ്ഞ വർഷവും അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്രിസ്മസ് വിരുന്നിലും അന്ന് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പ്രത്യേകിച്ച് ഗവർണറും സർക്കാരും തമ്മിലുള്ള ചില അകൽച്ചകൾ അന്ന് തന്നെ വലിയ രീതിയിൽ പ്രകടമാകുകയും അന്ന് ആ രീതിയിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ആർലേക്കറുമായി സർക്കാരിന് അല്പം കൂടി സൗഹൃദമായ ഒരു അന്തരീക്ഷമാണുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഈ KTU അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നിലയും സർക്കാരും ഗവർണറും തമ്മിൽ പുതിയ ഈ ആർലേക്കർ തമ്മിൽ എല്ലാ നിലയും അഭിപ്രായ ഭിന്നതകളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിനെല്ലാം എല്ലാ നിലയും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ മന്ത്രിമാർ ഈ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തില്ല. ശരി.